നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ആമ്പല്ലൂർ കുറുപ്പംകുളത്ത് കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും കാർഷിക ജലസേചനത്തിനും ഏറെ പ്രയോജനപ്പെടുന്ന കുറുപ്പംകുളം ജില്ലാ പഞ്ചായത്ത് നവീകരിക്കുന്നു. നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, സോജൻ ജോസഫ്, പ്രവീൺ ആമ്പല്ലൂർ, ഡേവിസ് ഐനിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സജന ഷിബു, ചിറ്റൂർ കാർത്തികേയൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുറുപ്പംകുളം നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്നും വൻ വർധനവ്. പവന് 400 രൂപ വർദ്ധിച്ച് 94,520 രൂപയിലെത്തി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 11,815 രൂപയായി. ഇന്നലെ 3 തവണയാണ് സ്വർണവില മാറിമറിഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ സ്വർണവില 2,400 രൂപ വർദ്ധിച്ച് പവന് 94,360 രൂപയിലേക്ക് എത്തിയിരുന്നു. ഉച്ചയായതോടെ 1,200 രൂപ കുറഞ്ഞ് പവന് 93,360 രൂപയായി. വൈകുന്നേരമായപ്പോൾ വീണ്ടും വർദ്ധിച്ച് ഒരു പവന് 94,120 രൂപ എന്ന നിലയിലേക്ക് എത്തിയിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചേർപ്പ് ഇഞ്ചമുടി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ മിഥുനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 10-നായിരുന്നു സംഭവം. ഒരാഴ്ച മുൻപ് വഴിയിലെ പുല്ല് വെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ പ്രതിയുടെ അയൽവാസിയായ കാറളം താണിശ്ശേരി സ്വദേശി കാട്ടുങ്ങൽ വീട്ടിൽ ബിജുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ബിജു താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും ബിജുവിനെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും താഴെ വീണ ബിജുവിനെ വടിവാളുകൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സാങ്കേതിക മുന്നേറ്റങ്ങൾ നമ്മുടെ ജോലികൾ ലളിതമാക്കുന്നു, ഒപ്പം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. പടക്ക നിർമ്മാണ രംഗത്ത് മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയ്ക്ക് കാരണമാകുന്ന സാങ്കേതിക വിദ്യ നിർമ്മിച്ചെടുത്ത് ശ്രദ്ധേയനാവുകയാണ് സോളമൻ ചേട്ടൻ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് 40 വർഷത്തെ അധ്വാനത്തിന് ശേഷം വിശ്രമ ജീവിതത്തിലും തൻ്റെ അറിവും സമയവും അധ്വാനവുമെല്ലാം പരീക്ഷണങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് അളഗപ്പനഗർ സ്വദേശിയായ സോളമൻ കല്ലൂക്കാരൻ. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി തേടി മുംബൈയിലെത്തി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് 40 വർഷം നീണ്ട പ്രവർത്തനം. പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് കമ്പനിയിൽ സ്ഥാപനത്തിന് ലാഭകരമായ വിവിധ മെഷീനറികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ എഞ്ചിനീയർ. കൈക്കൊണ്ട് മെനഞ്ഞെടുക്കുന്ന ഓലപ്പടക്കങ്ങൾ കയറിൽ കോർത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് സോളമൻ ചേട്ടൻ്റെ പുത്തൻ പരീക്ഷണം. 3 മാസത്തെ അധ്വാനത്തിനൊടുവിൽ മനസ്സിൽ രൂപപ്പെട്ട ആശയം തനിയെ നിർമ്മിച്ചെടുത്തു. പൈറോ നോട്ട് എന്ന ഈ മെഷീനറിയിൽ 1 മണിക്കൂറിൽ 3500ഓളം പടക്കങ്ങൾ കയറിൽ കോർത്തെടുക്കാം. കൈക്കൊണ്ടാണെങ്കിൽ മണിക്കൂറിൽ 1000-ൽ താഴെ പടക്കങ്ങൾ മാത്രമേ കോർത്തെടുക്കാനാകൂ. അവിടെയാണ് ഈ യന്ത്രത്തിൻ്റെ ഉൽപാദനക്ഷമതയും ജോലി ലഘൂകരിക്കുന്നതും ശ്രദ്ധേയമാകുന്നത്. 40,000-ഓളം രൂപ യന്ത്രത്തിനായി ചിലവഴിച്ചു. ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു മെഷീനറി ഇല്ല, അത് മാനുവൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാല, അതിലൊരു 1000-ൻ്റെ ഒരു മാല കെട്ടണമെങ്കിൽ ഓൾമോസ്റ്റ് 1.5 hour 2 hour എടുക്കും. അപ്പോൾ ഒരു ദിവസം 8 മണിക്കൂറിൽ 5 മാലയൊക്കെയാണ് കെട്ടാൻ പറ്റുന്നത്. അപ്പം ഇത് അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പടക്കമല്ല ഓലപ്പടക്കം. എന്നിരുന്നാലും പൂരങ്ങളോ അല്ലെങ്കിൽ വലിയ പെരുന്നാളുകളൊക്കെ വരുമ്പം ലക്ഷക്കണക്കിന് പടക്കം ആവശ്യമുള്ളതാണ്. അപ്പോൾ അത്രയും മാൻ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ അപേക്ഷപ്രകാരം എന്തെങ്കിലും ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് പതുക്കെ പയ്യെ ഒരു ഐഡിയ മനസ്സിൽ വന്നു. പിന്നെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി. അപ്പം എൻ്റെ ഡിസൈൻ കൺസെപ്റ്റ് ഫുൾഫിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഈ മെഷീൻ്റെ സ്പീഡ് ഇപ്പം ഒരു
ദിവസം 8 മണിക്കൂറിൽ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 25 മാല എടുക്കാൻ പറ്റും. അപ്പൊ 5ന്റെ ടൈമിൽ 5 എന്നുള്ളത് 25 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് കപ്പാസിറ്റി വർക്ക് ചെയ്യാം. അഹമ്മദാബാദിൽ നിന്ന് എത്തിച്ച പ്രത്യേക ഡിസൈൻ ചെയ്ത മോട്ടോറാണ് യന്ത്രത്തിന്റെ പ്രധാന ഘടകം. വുഡ്, ഫൈബർ എന്നിവയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മറ്റ് ഭാഗങ്ങൾ നിർമ്മിച്ചത്. ഇത് വാണിജ്യാടിസ്ഥാനത്തിലേക്ക് മാറ്റുമ്പോൾ പൂർണ്ണമായും മെറ്റലിൽ നിർമ്മിക്കണം. 1970-80 കാലഘട്ടത്തിൽ അളഗപ്പനഗർ മേഖലയിലെ ഏക പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കൂടിയാണ് സോളമൻ ചേട്ടൻ. മാത്രമല്ല, ക്രൈസ്റ്റ് കോളേജിലെ പഠനകാലത്ത് യൂണിവേഴ്സിറ്റി തലത്തിലും തൃശൂർ ജിംഖാന ഉൾപ്പെടെ പ്രധാന ടീമുകളിലും സൂപ്പർ താരവുമായിരുന്നു ഈ ഫുട്ബോൾ സ്നേഹി. വർക്ക് ഈസ് വർഷിപ്പ് എന്നതാണ് സോളമൻ ചേട്ടന്റെ മുഖമുദ്രയെന്നും സമയം പൂർണ്ണമായും ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് ശീലമെന്നും ഭാര്യ ലില്ലി പറയുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറായ മകൻ മുംബൈയിലും കമ്പ്യൂട്ടർ എഞ്ചിനീയറായ മകൾ ബംഗളൂരുവിലുമാണ്. അടുത്ത ദിവസങ്ങളിൽ തൻ്റെ പൂർവ്വ വിദ്യാലയമായ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ സഹപാഠികളും വിദ്യാർത്ഥികളും ഈ യന്ത്ര സംവിധാനം കാണാൻ എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് സോളമൻ ചേട്ടൻ. ഒപ്പം വിരസമാകാവുന്ന ഒരു വിശ്രമ ജീവിതം ക്രിയാത്മകമാക്കിയതിൻ്റെ നിർവൃതിയിലും. AI അടക്കം സാങ്കേതിക വിദ്യകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സോളമൻ ചേട്ടന്റെ ഈ കണ്ടുപിടുത്തം തീർത്തും വ്യത്യസ്തമാവുകയാണ്. കൈകൊണ്ട് മെനഞ്ഞെടുക്കുന്ന ഇത്തരം ചെറിയ ഓലപ്പടക്കങ്ങൾ കയറിൽ കോർത്തെടുക്കുന്ന ഒരു ആധുനിക സംവിധാനമാണ് സോളമൻ ചേട്ടന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. 40 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിന് ശേഷം തന്റെ വിശ്രമ ജീവിതം ഇത്തരത്തിൽ കാര്യക്ഷമമാക്കുകയാണ് സോളമൻ ചേട്ടൻ. ഈ നേട്ടം തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,815 രൂപയും പവന് 94,520 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.